എന്താണിത് വിഷയം എന്നറിയങ്ങള്? അപ്പോ സക്കരിയ സുലായി ഇവിടെ ഒരു ചികിത്സ നടത്തിയിട്ടുണ്ട്, കുപ്രസിദ്ധമായൊരു ചികിത്സ. അതെന്താ? ഒരു ISM-കാരന് ചെയ്ത്താനിളകി. ISM-മാരെ നേരെ പോയത് വേറൊരു ചെയ്ത്താന്റെ അടുത്തേക്ക്. അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരിനെ വിളിച്ചിട്ട് സോക്കട് പറഞ്ഞു. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി സൂറത്ത് മറിയമിന്റെ CD കൊടുക്കാണ്. അല്ല ചെങ്ങായിമാരെ, നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാൻ കഴിയൂലേ? ഇത് നിങ്ങൾ ഓതുമ്പോത്തിനാണ് ജാതിന്ന് പുറത്തു പോകല, CD കേട്ടാ തൗഹീദ് ആകല. എന്തൊക്കെ കൊണ്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയണേ. അങ്ങനെ ആ CD കേൾപ്പിച്ചു കൊടുത്ത് മാറിയില്ല. അങ്ങനെ സക്കരിയാന്റെ അടുത്തേക്ക് വരികയാണ്. സക്കരിയ എന്ത് ചെയ്തു? മൂപ്പര കയ്യിലുള്ള മന്ത്രിച്ചൂതിയ CD കുട്ടിന്റെ ചോട്ടിൽ എയർഫോൺ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ആയത്ത് കേട്ടപ്പോത്തിന് കുട്ടി പെരു ഇളക്കാക്കി. അപ്പൊ സക്കരിയ പറയാണ്, ഞാൻ ഒന്നുണ്ടാക്കി വന്ന് ആയത്തുൽ കുർസി ഓതി ഇന്നെ തന്നെ ഊതാൻ തുടങ്ങി. എന്താ കാരണം എന്താ? നിങ്ങൾ ഈ കൗങ്ങ് തോട്ടത്തിൽ അടക്ക പറിക്കാൻ കയറണോലേ, ഒരു കൗങ്ങിന്റെ മണ്ടമ കയറി അടക്ക പറിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് ഓനെ താഴത്തേക്ക് കാണൂല. ഓനെ പിന്നെ കിട്ടണമെങ്കിൽ കൗങ്ങ് തോട്ടത്തിന്റെ അങ്ങേ തലക്ക പോണോ, അണ്ണാകൊട്ടന്റെ അതിന് മോൾ കൂടെ അങ്ങനെ പോകല. സക്കരിയ പറയും, ഞാൻ ഒന്നുണ്ടാക്കി വന്ന് ആയത്തുൽ കുർസി ഓതി ഇന്നെ തന്നെ ഊതാൻ തുടങ്ങി. ഓന്റെ മണ്ടമുള്ള ചെയ്ത്താൻ എന്റെ മണ്ടമക്ക് വരണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ള ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്റെയും കെഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ. എന്താ പറയാ? റുഖിയ ശറഇയ്യ അത് തങ്ങൾ പാപ്പാന്റെ ബീവിന്റെ പേരൊന്നുമല്ല, മന്ത്രിച്ചൂതാന്ന് അതിന്റെ പച്ചമലയാളം. വഹാബികളെ തച്ചു തള്ളിട്ടാൽ റുഖിയ റുഖിയ എന്നേ പറയുള്ളൂ. കാരണം മന്ത്രിച്ചൂത് പറഞ്ഞാൽ മാനക്കേടാവൂലേ? കേസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ചേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ച് നമ്മളെ അഭിപ്രായം മൂപ്പര മേത്ത് കുഞ്ഞ് വേറെ ചെയ്താന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലോ. മൂപ്പരെ പറഞ്ഞിട്ട് കാര്യമല്ലാന്ന്. ഇതെങ്ങനെയാ മൂപ്പര് കാണാ? പെരി പോയ കുടിക്കാരത്തിന്റെ ഇളക്കല്ലാതെ ചെയ്ത്താന്റെ ഇളക്കം കാണുമോ? ചെയ്ത്താന്റെ ഇളക്കം കാണണമെങ്കിൽ ആ ബല്യർനാക്ക് SYS ടൂർ ഉണ്ടാക്കുമ്പോ ഒന്ന് പോയോക്കണ്ട ഏർവാടി വരെ. അത് ബൈക്ക് നിന്നിട്ട് ഷിർക്ക് കുഫ്ർ എന്ന് കൊരക്കണ പണിയാ. പിന്നെ ഇങ്ങനെ ചെയ്ത്താന്റെ ഇളക്കം കാണുക? അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. അപ്പൊ ഞാൻ ഇങ്ങനെ ചതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും ചെയ്ത്താനേ പോന്ന് മൗലവി. അപ്പൊ മൗലവിനോട് ചെയ്ത്ത അങ്ങട്ട് നാളെ മീറ്റിംഗ് പറഞ്ഞിട്ടില്ലേ നമ്മളോട്? ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. ഖാലിൽ തങ്ങൾ പാപ മന്ത്രി ചോദ്യം എത്ര ചെയ്ത്താന്മാരെ വണ്ടി അയറ്റി വിട്ടിക്കണ്. ഒറ്റ ലാപ്ടോപ്പ് കേടന്നിട്ടില്ല, ഒരു മൊബൈലും തകരാറായിട്ടില്ല. കാരണം അത് പഠിച്ചെടുത്ത പണിയാണ്. ഇത് വിവരമില്ലാതെ ചെയ്ത ഏർപ്പാടാ, നഷ്ടേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി, എന്താടാ നീ കാണിച്ചേ? അല്ല അതാ ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് ഇട്ടാണല്ലോ, നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുഖിയ നടത്തി വെച്ചു? ഞാൻ റുഖിയ നടത്തിയൊന്നല്ല അബൂബക്കർ, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ എന്ന് അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജമിയത്തിന് മധ്യ ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെ 80 കൊല്ലേ
ഗവേഷണം നടത്തുക മാത്രല്ല, നടത്തുമ്പോ ചേരന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ട നിന്നണ്ടേർന്ന കൂട്ടത്തില. ഗവേഷണം ഖുർആന്റെ നടുന്ന് നടത്താൻ പോയ കൂട്ടരാമ്പലെ ഇപ്പൊ ചെയ്ത്താൻ പള്ളി കയറുന്ന വിവരം കിട്ടിപ്പോ ഇനി ആ ചെയ്ത്താനെ പറഞ്ഞേക്കാൻ എങ്ങനെയാ ഒഴിഞ്ഞു അങ്ങലെന്ന് അറിയണില്ല. ആ ഇടങ്ങേറിൽ നിങ്ങൾ തമ്മ് തച്ചിട്ട് കാര്യമുണ്ടോ മുജാഹിദുകളെ? അതിന് നമ്മളടുത്തേക്ക് പേരും ചെയ്ത്താനെ നമ്മൾ മെല്ലെ മാറ്റിത്തരാ. നിങ്ങൾ ഇങ്ങനെ ഈ ചെയ്ത്താനായിട്ട് നടന്ന തല്ല് തീരൂല. ചെയ്ത്താൻ ആദ്യം ഒഴിവാക്കി എവിടെയും മറ്റുള്ളടത്ത് പോയിട്ട് അതിനൊന്ന് ഒഴിഞ്ഞാങ്ങി പുറത്താക്കി. എന്നാലേ നിങ്ങളെ ഏത് മസലത്തും നടക്കുള്ളൂ. അതിനെ ഒഴിഞ്ഞു വാങ്ങിയിട്ട് പിന്നെ ഒരു കുത്തുബിയത്തും ചെല്ലിയ വിഷയം റെഡി നിങ്ങള് നമ്മൾ ഒഴിവാക്കി തരാം. നിങ്ങളെ പിളർപ്പേ നിങ്ങളെ ഗ്രൂപ്പ് നമ്മൾ അവസാനിപ്പിച്ചുതരാം. പറയുന്നത് കേൾക്കണം. കിബിറായിട്ട് അടക്കാൻ പാടില്ല. എന്നാ നന്നാവും. കിബിറുണ്ടോ നന്നാവൂല. ഇങ്ങളെക്കാളും വലിയൊരു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ നിങ്ങളെ സോക്കടൊക്കെ തീരും. അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ നോക്കേ. അപ്പോ സക്കരിയ സുലാഹി ഏർപ്പാട് തുടങ്ങിയപ്പോ TP പറഞ്ഞു മന എടങ്ങേറാക്കല്ലേ, നാരായണൻ സാറ് കണ്ടാ കൂക്കണുണ്ട്. അപ്പൊ സക്കരിയ പറഞ്ഞു നടക്കൂല സാറേ, നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ നിങ്ങൾ ഈ പറയണത്? നമ്മളൊരു കുട്ടിക്ക് അമ്പലത്തിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ചെറുപ്പത്ത് ചെയ്താൻ കൂടിയതാണ്. ആ കുട്ടി ഇപ്പൊ ബാലുശ്ശേരിന്റെ വേല് കേട്ടിട്ട് മുജാഹിദായതാ. പക്ഷെ ആ കുട്ടിക്ക് എവിടെ പോയിട്ടും അസുഖം മാറണില്ല. അപ്പോ ആ കുട്ടിനെ ചികിത്സിക്കണ്ടേ? എന്തായാലും മാർഗം? സക്കരിയാന്റെ ഉത്തരല്ലാത്ത ചോദ്യം. പിന്നെ അന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്, ഞാൻ അന്ന് AP-യോട് ചോദിച്ചു, അല്ല സാർ ഇങ്ങനെയുള്ളൊരു കുട്ടി, തൗഹീദുള്ളൊരു കുട്ടി, ആ കുട്ടിയെ എന്റെ അടുത്ത് വന്ന് കുട്ടി വയലന്റ് ആയി. അത് കഴിഞ്ഞിട്ട് പുറത്തു നിന്നിട്ട് ഞാൻ ആയത്തിൽ കുറിച്ച് ചോദിപ്പിച്ചു. ഈ കുട്ടി മോട്ടോർ ബൈക്കിൽ വന്ന അജിവേം പോ എന്ന് പറഞ്ഞ ഒരു വായത്തിൽ കുറിച്ച് ചോദ്യം എന്ന് പറഞ്ഞ് ഓദിച്ച് ഞാനും ഡോക്ടർ അബൂബക്കർ കടാവത്തൂർ MSM-ന്റെ മുൻ പ്രസിഡന്റ് എങ്ങനെ ഓതിയാലും ഓതിയാൽ ശരിയാവില്ല. കണ്ടോ? എന്തൊക്കെ കാണണല്ലേ നമ്മള്, എന്തൊക്കെ കേക്കണം. എന്ന് അവനെ പറഞ്ഞയച്ചു. പിറ്റേന്ന് അവന്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് വരികയാണ്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് പോയി നോക്കിക്കോളി. എനിക്ക് അയാളെ വിശദമായിട്ട് അയാളെ ചികിത്സനെ പറ്റിയൊന്നും അറിയില്ല. എയ്ത്താമാരെ ഹെഡ് ഓഫീസൊക്കെ വിട്ടിക്കണത് എങ്ങനെയത് ഇറങ്ങുക എന്ന് ഞാൻ പറഞ്ഞു. വലിയ കേസ് പതാ. ഞാൻ ചോദിച്ചു, സർ ഇങ്ങനെ തൗഹീദുള്ളൊരു കുട്ടി ചെറുപ്പകാലത്ത് മദ്രസയിൽ പോകുമ്പോ അമ്പലത്തിന്റെ അവിടുന്ന് പേടിച്ചിട്ട് നൂലും മന്ത്രവും കൊണ്ട് വന്നു വെച്ച ഹുറാഫി കുട്ടി, മുജാഹിദ് ബാലിശ പ്രസംഗം കേട്ട് മുജാഹിദായ കുട്ടി, ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ആ കുട്ടി എങ്ങോട്ടയക്കും? മുജാഹിദ് ബാലുശ്ശേരിന്റെ വേർന്ന് കേട്ടിട്ട് ഈ പോയത്തക്കാരൻ തങ്ങൾ പാപ്പ കൊടുത്ത ഏലസൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകാണ്ട് മുജാഹിദായി. ഏലസ് പൊട്ടിച്ചെറിഞ്ഞോടുകൂടെ അമ്പലത്തിൽ നിന്ന് കൂടിയ ചെയ്ത്താൻ തിരിച്ചു വന്നു. ഈ ഇളക്കം തുടങ്ങി മുജാഹിദിന്റെ ഒപ്പം നടന്നിട്ട്. എന്താ കാട്ടുക? തടി കേടെടുത്താൻ മുജാഹിദാകാൻ പോണ്ടിനോ കുട്ടി? അവിടെ തന്നെ ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പൂരിന്റെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? തങ്ങളെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മുസ്ലിയാരുടെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? അതിന് ഈ മുസ്ലിയാർ പറയാണ്, കണ്ടോ കേന്ദ്രം ഉണ്ടാക്കണം എന്നാ പറയുന്നത്. ആ മൂല്യന്മാരെടുത്തുക്കും പറ്റൂല, നമ്പൂരിയാളെടുത്തുക്കും പറ്റൂല. പിന്നെന്ത് ചെയ്യണം? കൊണ്ടാകാൻ പറ്റിയ കേന്ദ്രം വേണം. കേന്ദ്രം എന്ന് പറഞ്ഞാൽ ബോർഡ് വേണം, നല്ല മൗലവി അതിനൊരു മക്കാമ് വേണം. എവിടെയും ഇത് കൊണ്ടുപോയിട്ട് ഇറക്കണ്ടേ? ഇക്കുട്ടിനെങ്ങനെ ചെയ്താൻ കൊണ്ടെടുക്കാൻ പറ്റുമോ? ഒന്നും വേണ്ട. തങ്ങൾ പാപ്പ കൊടുത്ത അരിന്ന് പൊട്ടിച്ചെറിഞ്ഞ ഏലസ് ഉണ്ടല്ലോ, മെല്ലൊന്ന് അവിടെ തന്നെ കെട്ടിക്കൊടുത്താൽ മതി, വിഷയം തീരും. അപ്പൊ സഹോദരന്മാരെ, വിഷയതാണ് എവിടേക്ക് കൊണ്ടോണം. സുന്നികൾക്കൊക്കെ പല കേന്ദ്രമുണ്ട്, നമുക്ക് കേന്ദ്രമില്ല എന്നാ പറയണത്. പച്ച നോണ. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ചിന്തിക്കാത്തത് എന്റെ പേരിൽ നിങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇപ്പൊ എന്താ ചിന്തിച്ചതെന്ന് ഞങ്ങൾക്ക് തിരിയുന്നില്ല. ഈ കുട്ടിക്ക് കുരുടാൻ കൊടുക്കണമെന്നാ, അതോ പറ്റിയോടത്തേക്ക് കൊണ്ടുപോകണമെന്നോ? എന്താ നിങ്ങൾ ചിന്തിച്ചതെന്ന് പറഞ്ഞു തരുന്നാല് ഞാൻ ആ പറഞ്ഞ വാചകം എന്താ? ഒരു നമ്പൂരിന്റെ അടുത്തേക്ക്, ഒരു പണിക്കരടുത്തേക്ക്, ഒരു തങ്ങളെടുത്തേക്ക്, ഒരു മുസ്ലിയാരെടുത്തേക്ക് തൗഹീദുള്ള കുട്ടിനെ അയക്കാൻ പറ്റുമോ? എന്താ ചോദിച്ചത്? ആ പൈസ ഞമ്മക്ക് തന്നെ മുണങ്ങിക്കൂടെ? അതാണ് ചോദിച്ചതിന്റെ പച്ച മലയാളം. എന്തിനാ അത് വെറുതെ മൂലയന്മാരടുത്ത് കൊണ്ടുപോയി കൊടുത്ത് കളയണ്? എന്തിനാ വെറുതെ നമ്പൂരിയാളടുത്ത് കൊണ്ടുപോയി കൊടുത്ത് കളയണ്? അത് ഞമ്മക്ക് തന്നെ ഷാപ്പിട്ടൂടെ? സക്കരിയ നല്ലൊരു ഏർപ്പാടായി കണ്ടത് അല്ലേ? എന്നാ ഇവിടുത്തെ സമസ്തക്കാര് പറയുന്നുണ്ടോ അവിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ചെകുത്താൻ ഇറക്കാൻ പോകണമെന്ന്? തങ്ങന്മാരി നമ്പൂരിയാളി ഒപ്പം കൂട്ടിക്കെട്ടിയാണ്ട് തൗഹീദും ശിർക്കും ഒന്നിച്ച് വടക്കാക്കി തനിക്കാക്കണേ. ഈ ഒരു ഏർപ്പാടാണ് വഹാബികൾ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോ അനസ് മൗലവി മറുപടി പറഞ്ഞു, എതിർത്ത് സംസാരിച്ചു.